എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിന്റെ ഭാഗമായി നിലവിലെ അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിനും പുതിയ അപേക്ഷ സമർപ്പിക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ജൂലൈ മാസം 15 വരെ അവസരമുണ്ട്. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ഡിജിറ്റൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലേക്ക് ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും കൂടി ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാറ്റ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സ്ആപ്പ് ചാറ്റ് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രധാനമായി നൽകാം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിന്റെ ഭാഗമായി നിലവിലെ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിനും പുതുതായി അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപ്പോൾ അതിനുള്ള സൗകര്യമുണ്ടെന്നാണ് ശ്രദ്ധയപ്പെടുന്നു. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അപ്പോൾ നിലവിലെ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് നൽകി ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പുതിയ അപേക്ഷ സമർപ്പിക്കേണ്ട വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ന്യൂ അഡ്മിഷൻ ഷെഡ്യൂൾ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. അഡ്മിഷൻ ഷെഡ്യൂള് ലഭ്യമാണ്, പക്ഷേ പേജ് ഓപ്പൺ ആകുന്നില്ല. ഓക്കെ, സെറ്റായി വരുന്നുണ്ട്. ഓക്കെ, രജിസ്ട്രേഷൻ ഫോർ സേ കാൻഡിഡേറ്റ്സ്, ഫ്രഷ് രജിസ്ട്രേഷൻ, കമ്മ്യൂണിറ്റി കോട്ട രജിസ്ട്രേഷൻ. കമ്മ്യൂണിറ്റി കോട്ട നിങ്ങൾ നോക്കണ്ട, അത് വേറെ തന്നെയാണ്. നമ്മളതിന് സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് വാച്ച് ചെയ്യുക. കമ്മ്യൂണിറ്റി കോട്ട വേണ്ടവർക്ക് കൂടെ രജിസ്ട്രേഷൻ ഫോർ സേ കാൻഡിഡേറ്റ്സ്, ഫ്രഷ് ആപ്ലിക്കേഷൻ, പ്രൊഫൈൽ എഡിറ്റിംഗ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നിലവിൽ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്തരും പുതിയ അപേക്ഷ സമർപ്പിക്കുന്നതിന് ഇപ്പോൾ അവസരമുണ്ട്. ജൂലൈ മാസം 15 വൈകുന്നേരം വരെയാണ് ഇതിനായി സമയം അനുവദിച്ചിരുന്നത്. അപ്പോൾ തീർച്ചയായും ഇത്രയും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഷെയർ ചെയ്യാനുള്ളത്. കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായും ആ കമ്മ്യൂണിറ്റി കോട്ടയുമായി ബന്ധപ്പെട്ടപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അഡ്മിഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ അറിയാൻ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ കാണുന്ന